ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിലുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഇത് റെക്കോർഡ് ഉണ്ട്, കുഴപ്പമില്ലല്ലോ. ഇത് യൂട്യൂബിലിടും, കുറേ ആൾക്കാർ ഇതുകൊണ്ട് നന്നാവട്ടെ അല്ലേ? ഓക്കെ, പറഞ്ഞോളൂ. എന്താ ചോദിക്കാനുള്ളത്? എന്താ ഒരു 15 മിനിറ്റിനുള്ളിൽ എന്താ നിങ്ങൾ അച്ചീവ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത്? ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് മോന്റെ കാര്യത്തിൽ. മോന്റെ കാര്യത്തിലോ? അല്ല, സെൻസിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മോന്റെ കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റും. എന്റെ കാര്യത്തിൽ എന്ന് വെച്ചാല് ആളെ സ്കൂളിൽ വിടാൻ എനിക്ക് ഉദ്ദേശിക്കുന്നില്ല. അപ്പം അതിൽ 2 ഓപ്ഷൻ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഓക്കെ ആണോന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, എന്തായിരുന്നു ഒന്നുകൂടെ പറയോ? എന്താണ് ഓപ്ഷൻ നിങ്ങൾ എടുത്തിട്ടുള്ളത്? ഞാൻ ആദ്യം ആലോചിച്ചത് ഹോം സ്കൂൾ ചെയ്യാന്നാണ്. അപ്പം ഒരു 1ലേക്കാണ് ആള്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്കാണ്. അപ്പൊ ഞാൻ ബ്രോഡ്വേ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞു. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ലിയർ ആയിട്ട് സംസാരിക്കാം. ഇപ്പൊ ക്ലിയർ ആണോ? നിങ്ങൾ എന്തെങ്കിലും ഡിവൈസ് യൂസ് ചെയ്യണ്ടേ? മൈക്ക് എന്തെങ്കിലും യൂസ് ചെയ്യണ്ടോ? ഇല്ല. ഓക്കെ, പറഞ്ഞോളൂ. ഓൺലൈൻ സ്കൂളിംഗ് ആയിട്ട് ആൾക്ക് ഒരു ഇന്റർനാഷണൽ സ്കൂളിൽ ഞാൻ അഡ്മിഷൻ എടുത്തു. ഓക്കെ. അപ്പോ അതിനുശേഷമാണ് നമ്മുടെ വീടിന്റെ അടുത്തായിട്ട് ഒരു ഓൾട്ടർനേറ്റീവ് സ്കൂളിംഗ് സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞത്. അത് ഹോം സ്കൂളിംഗ് തന്നെയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് ആളെ അവിടെ വിടണോ അതോ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയായിരുന്നു. ഓക്കെ, ഇതിന്റെ ഉത്തരം ശരിക്കും നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. നമ്പർ 1, ഹോം സ്കൂളിംഗ് അല്ലെങ്കിൽ ഓൺലൈൻ സ്കൂളിംഗ് ഇപ്പം വേൾഡ് വൈഡിൽ ഒരു ഇത് റെഗുലർ ആയിട്ട് വന്നിട്ടുണ്ട്, നോർമൽ. എൻ്റെ വീട്ടിൽ തന്നെ ഒരു കുട്ടിയുണ്ട്. കുട്ടിക്കാരൻ യാത്രയാണ് എപ്പോഴും. ഇപ്പം ടർക്കിയിലാണ് കുട്ടി. അപ്പോൾ കുട്ടി ടർക്കിയിൽ നിന്ന്, എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ, ചെറിയ കുട്ടിയാണ്. അപ്പോൾ ടർക്കിയിൽ നിന്നാണ് പഠിക്കുന്നത്. അതിന് തൊട്ട് മുമ്പ് ഇവിടെ ചൈനയിൽ നിന്ന് പഠിക്കാം. അപ്പോൾ ആ കുട്ടിക്ക് സ്കൂളൊന്നും മുടങ്ങണില്ല. മുടങ്ങാത്ത എന്താ വെച്ചാൽ ഓൺലൈനിലാണ്. അതായത് 100% ഓൺലൈനിലാണ്. അതേ സെയിം ടീച്ചർ, അതേ സെയിം ടൈം വ്യത്യാസം വരുന്നത് മാത്രമേ. ചൈനയിലാകുമ്പോൾ വ്യത്യാസം ടൈം ചെയ്യുന്നത്, ഇപ്പോൾ ടർക്കിലാകുമ്പോൾ ടർക്കിൽ വ്യത്യാസം ടൈം മാത്രമേ. പക്ഷേ ടീച്ചേഴ്സും അറ്റ്മോസ്ഫിയറൊക്കെ സെയിം ഫ്രണ്ട്സ് തന്നെ. അങ്ങനെ വരുമ്പോൾ ഞാൻ ഓൺലൈന് റെക്കമെൻഡ് ചെയ്യുള്ളൂ. കാരണം യാത്ര ചെയ്യണം, ഇവരെ ഫാമിലി യാത്ര ചെയ്യണം, എപ്പോഴും യാത്ര ചെയ്യണം, ഓരോ സ്ഥലത്ത് നിന്ന് യാത്ര ചെയ്യണം, ജോബിനെ ബേസ് ചെയ്തിട്ട്. അതേ സമയത്ത് നിങ്ങൾ യാത്ര ചെയ്യുന്ന ഒരാളാണോ? ബിസിനസ്സായിട്ടും ബന്ധപ്പെട്ട് യാത്ര ചെയ്യാറുണ്ട്. അപ്പോൾ ഈ കുട്ടി നിങ്ങളൊപ്പം യാത്ര ചെയ്യാറുണ്ടോ? കുട്ടി ചിലപ്പോ വീട്ടിൽ ആരുടെയെങ്കിലും ആക്കും, അല്ലെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകും, അങ്ങനെയൊക്കെയാണ്. അല്ലാത്ത പക്ഷേ ഈ കുട്ടിക്ക് ഈ സ്കൂളിൽ എത്ര ദൂരം ഉണ്ട് അവിടെ? വീടിന്റെ അടുത്താണ്, 20 മിനിറ്റ്സ്. 20 മിനിറ്റ്സ്. അപ്പോൾ സ്കൂളിൽ നോർമൽ അല്ല റെഗുലർ സ്കൂളിലേക്ക് കുട്ടീനെ പറഞ്ഞേക്കാത്ത ഒരു 3 കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് ആളുടെ ക്യാരക്ടറിന് അത് റെഗുലർ സ്കൂൾ ഓക്കെ അല്ല. ഓക്കെ, ക്യാരക്ടർ എന്താണ്? കുട്ടീൻ്റെ ക്യാരക്ടർ എന്താണ്? ക്യാരക്ടർ എന്ന് വെച്ചാൽ നല്ല ടാലന്റഡ് ആണ്, പക്ഷെ ആൾക്ക് ഇരുന്ന് പഠിക്കാനും ബുക്ക് തുറന്ന് പഠിക്കാനും അത് ഓക്കെ അല്ല. ഓക്കെ, ആ കുട്ടി അങ്ങനെയാണെങ്കിൽ ഓൺലൈനിൽ അങ്ങനെ ഇരുന്നിട്ട് പഠിക്കുമോ? ഓൺലൈനിൽ ഞാൻ ഇംഗ്ലീഷ് ആൾക്ക് കിട്ടാൻ വേണ്ടി ജോളി ഫോണിക്സിന്റെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പം നല്ല കോൺസെൻട്രേഷൻ ഉണ്ട്. 1 to 1 ആയതുകൊണ്ട് ഓക്കെ ആണ്, പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ ഒരു സ്കൂൾ നിങ്ങൾ പറഞ്ഞല്ലോ, നിയർ ബൈ സ്കൂളിൽ, ആ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഈ കുട്ടി സെയിം അതേപോലെ പെരുമാറും, ഇരിക്കാതെ ഇരിക്കുമോ? അവിടെ ഞാൻ സമ്മർ ക്യാമ്പിന് വിട്ടിരുന്നു. അപ്പൊ അവിടെ ഈ ബെഞ്ചിലിരുന്ന് പഠിപ്പിക്കൽ അങ്ങനൊന്നും അല്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കാര്യങ്ങൾ. പക്ഷെ അവർ പറയുന്നത് 6 to 9 ഏജിനുള്ളിൽ ആ കുട്ടിക്ക് എന്താ വേണ്ടത് അത് കൊടുക്കും. എക്സാം ഉണ്ടാവില്ല, അങ്ങനെ ഒരു കമ്പൾസറി ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ 6 to 9 ഏജില് കുട്ടികൾ എന്താ പഠിക്കേണ്ടത് അത് ഫുള്ള് കവർ ചെയ്യും എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അത് വേണോ ഓൺലൈൻ വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. ഏതാണ് സ്റ്റാൻഡേർഡ് കൂടുതൽ? രണ്ടും എനിക്കറിയില്ല, സ്റ്റാർട്ട് ചെയ്യാത്ത. നിങ്ങൾക്ക് സ്കൂൾ എനിക്കറിയില്ല, നിങ്ങൾ പറഞ്ഞ 2 സ്കൂൾ എനിക്കറിയില്ല. നിങ്ങൾ സ്കൂളിൽ ഒരു കുട്ടിയെ ചേർക്കുമ്പോൾ സ്റ്റാൻഡേർഡ് അറിയണ്ടേ? സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് അറിയണ്ടേ ആദ്യം? സ്കൂളില് രണ്ടും സെയിം ലെവലായിരിക്കും, പക്ഷെ ഇന്ററാക്ഷൻ ലെവലിലും പ്രാക്ടിക്കൽ നോളജും നോക്കുമ്പോൾ സ്കൂളിൽ വിടണോ എന്നുള്ളൊരു ഡൗട്ടാണ്. സ്കൂളിൽ പോയി പഠിക്കണോ നല്ലത്? സ്കൂളിൽ പോയി പഠിക്കണമാണോ നല്ലത്? ഏതാ എനിക്കറിയില്ല, നിങ്ങൾ പറയാം. സ്കൂളിൽ പോയി പഠിക്കണമാണോ നല്ലത്? നോർമൽ സ്കൂളിൽ വിടണം എന്ന് എനിക്കില്ല. ഓക്കെ, അല്ല നോർമൽ സ്കൂളല്ലേ ഇപ്പം നിങ്ങൾ പറഞ്ഞ സ്കൂളും അല്ലെങ്കിൽ ഓൺലൈനിൽ പഠിക്കണ ഏതാ നിങ്ങൾക്ക് തോന്നുന്നു നല്ലത്? കുറച്ചും കൂടെ ഇന്ററാക്റ്റീവ് ആണോ? ആ കുട്ടി കുറച്ചും കൂടെ ജനങ്ങളിലായിട്ട് ഒരു ഇന്ററാക്ട് ചെയ്യണ ഏതായിരിക്കും നന്നാവുക?
അതിന് നിയർ ബൈ ഉള്ള സ്കൂൾ തന്നെയായിരിക്കും നല്ലത്. ഓക്കെ, അതിന്റെ ഡിഫക്ട്സ് എന്തൊക്കെയാണെന്ന് പറയാമോ? 3 ഡിഫക്ട്സ് പറയാമോ? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നു അങ്ങോട്ട് അവിടെ ചേർത്താൻ പാടില്ല എന്നുള്ള 3 ഡിഫക്ട്സ് എന്ന് പറയാമോ? അത് ഞങ്ങൾ ട്രാവലിംഗ് ആണെങ്കിൽ ക്ലാസ് മിസ്സാവും. ഉം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ രണ്ടാമത്തേത് അത് മാത്രമാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു മാസത്തിൽ എത്ര പ്രാവശ്യം ട്രാവൽ ചെയ്യണ്ടാവും? അങ്ങനെയല്ല, ഞങ്ങളിപ്പം പർച്ചേസിനാണെങ്കിലും കാര്യങ്ങൾക്ക് ബിസിനസ് ആയിട്ട് വീക്ക്ലി ഒക്കെ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുട്ടിന്റെ എഡ്യൂക്കേഷൻ അത് ബാധിക്കണ്ടോ? അത് ആൾക്ക് ബാധിക്കുന്നുണ്ട്. ബാധിക്കണ്ട. ഓക്കെ, ഓൺലൈൻ ആണെങ്കിൽ ഇതൊക്കെ പ്രശ്നം മാറും? ഓൺലൈൻ ആണെങ്കിൽ മാറുമായിരിക്കാം. ഇല്ല, മാറുമായിരിക്കല്ല, നിങ്ങൾ പറയാം മാറുമോ ഇല്ല എന്നുള്ളത് നിങ്ങൾ പറയാം, കാരണം എനിക്കറിയില്ല, നിങ്ങൾ പറയണം. ഓൺലൈൻ ആണെങ്കിലും ടൈമിങ് ഇഷ്യൂ ആവാൻ ചാൻസ് ഉണ്ട്. പല ടൈം വെച്ചാൽ ടൈം ഡിഫറൻസ് ഉണ്ടാവുന്നുള്ളത്. ഞങ്ങൾ എപ്പോഴാണ് പുറത്തേക്ക് പോവാ അതറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഏതാണ് ഈ പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ എന്താണ്? എനിക്ക് മനസ്സിലായി. ബിസിനസ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിംഗ് ആണോ? എന്താണ് ഈ പുറത്ത് പോകുന്നത്? ബിസിനസ് ആണ്. ബിസിനസ് ആണ്. ഓക്കെ, അത് എത്ര ദിവസത്തിനാ പോലെ? ചിലപ്പോ വീക്ക്ലി പോവും, അല്ലെങ്കിൽ ഡെയിലി പോവും. ഓക്കെ, അപ്പൊ ഏത് സമയത്ത്? അപ്പൊ ഈ കുട്ടിന്റെ ആ സ്കൂളിന്റെ സമയത്ത് അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ? അല്ലെങ്കിൽ അതേ സമയത്ത് ഏതെങ്കിലും കമ്പൽസറി ടൈമിംഗ് ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ആരെയും കീഴിൽ വർക്ക് ചെയ്യുന്ന ആളാണോ? അല്ലല്ല, നിങ്ങൾ സ്വന്തമായിട്ട് പേഴ്സണൽ അല്ലേ? അതെ. അപ്പൊ ഞാൻ ചോദിക്കണത്, ഇപ്പൊ കുട്ടിക്ക് ഒരു 10 മണി മുതൽ ഏകദേശം ഒരു 2 മണി വരെ ക്ലാസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. നിങ്ങളുടെ ഷോപ്പിംഗ് അതിന് ശേഷം ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? പറ്റും. ഉറപ്പല്ലേ? ഏതാ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ്? നിങ്ങളുടെ ഷോപ്പിംഗ് ആണോ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കുട്ടീൻ്റെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ്? എഡ്യൂക്കേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ഉറപ്പല്ലേ? അപ്പൊ ആ കുട്ടിക്ക് കൊണ്ട് ആ സമയം ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് പോയിക്കൂടാ? അപ്പൊ നിങ്ങൾ ഈ ഷോപ്പിംഗ് ഇതിലൊരു ഇത് വരാൻ പാടില്ല, ഹിൻഡ്രൻസ് വരാൻ പാടില്ല, ശരിയല്ലേ? അതെ, ഞങ്ങള് ക്ലോത്തിങ് ബ്രാൻഡ് ആണ്. അപ്പോ ഈ ഡേ ലൈറ്റ് പോകുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തീർക്കണം. എങ്ങനെ? എനിക്ക് മനസ്സിലായില്ല, ഒന്നും കൂടെ പറയാം. ക്ലോത്തിങ് ബ്രാൻഡ് ആണ്. അപ്പം ഓക്കെ, ഇപ്പൊ ഫാബ്രിക്കിന്റെ ഷെയ്ഡ് ആണെങ്കിലും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡേ ലൈറ്റ് പോകുന്നതിന് മുമ്പ്, രാത്രി നടക്കില്ല, ഡേ ലൈറ്റ് പോകുന്നതിന് മുമ്പ് കുട്ടിക്ക് 24/7 എല്ലാ ദിവസം ക്ലാസ് ഇല്ലല്ലോ? ഇല്ല. ഏതൊക്കെ ദിവസം ക്ലാസ് ഇല്ലാത്തത്? ഓൺലൈൻ ആണെങ്കിൽ 3-4 ഡേയ്സ് ആണ് അവർ പറഞ്ഞത്. ബാക്കി 4 ഡേയ്സ് വരെ, ബാക്കി 3 to 4 ഡേയ്സ് ഓഫും ഇല്ലേ? അതെ. ആ ദിവസം പോയിക്കൂടെ നിങ്ങൾക്ക്? ഡേ ലൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഫാബ്രിക് സെലക്ട് ചെയ്തൂടെ? പർച്ചേസ് ഇതിലൊരു ഇഷ്യൂ അല്ല. ഇതിൽ ഏത് സെലക്ട് ചെയ്യണം എന്നാണ് എനിക്ക്. പിന്നെന്താണ് ഇഷ്യൂ? അതല്ല, പർച്ചേസ് ഇതിൽ ഇഷ്യൂ അല്ല. ഓൺലൈൻ ആയിരിക്കുമോ അതോ നിയർ ബൈ വിടുന്നതായിരിക്കുമോ? അത് എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ ഡിപ്പെൻഡ് ചെയ്തു. അത് നമ്പർ 1 നിങ്ങൾ ഏത് അക്കാഡമി ആണെന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവരുടെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ആ കുട്ടീനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അവിടുത്തെ ടീച്ചേഴ്സിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മനസ്സിലായില്ല? ഞാൻ ഓൺലൈനിൽ പഠിച്ചാലും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു, എനിക്ക് എക്സാമ്പിൾ എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഹോം സ്റ്റഡി ചെയ്യുന്ന ഒരു കുട്ടിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കുട്ടിയാണ് ഏറ്റവും സ്മാർട്ട് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറഞ്ഞു കേട്ടോ. ആ കുട്ടിക്ക് എനിക്കറിയാം 5-6 ഇന്റർനാഷണൽ ലാംഗ്വേജ് തന്നെ അറിയാം കുട്ടിക്ക്. മനസ്സിലായില്ലേ? അപ്പോൾ ആ കുട്ടി ഓൺലൈനിലാണ് ചെയ്യുന്നത്. നല്ല ഫ്രണ്ട്സിൻ്റെ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആണ് അവർക്ക് ഒപ്പം ഉള്ളത്. അതേപോലെ ഇവിടെ അടുത്തുള്ള സ്കൂളുകളിൽ, റെഗുലർ സ്കൂളിൽ പഠിക്കുന്ന നല്ല കുട്ടികളും ഉണ്ട്. മനസ്സിലായില്ലേ? അവിടുന്ന് ഡോക്ടേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ വീട്ടിൽ 5 ആൾക്കാരുണ്ട് ഡോക്ടേഴ്സ് ആയിട്ടുള്ള. 4-5 എനിക്ക് തന്നെ അറിഞ്ഞൂടാ, 4-5 ഉണ്ട് ഡോക്ടേഴ്സ് ആയിട്ടുള്ളത്. ഫോഴ്സ് ചെയ്ത് പഠിപ്പിക്കരുത്, അത്രേ ഉള്ളൂ ഉദ്ദേശം. അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ആ കുട്ടിക്ക് എവിടെയാണ് ഇഷ്ടമുള്ളൂ ആദ്യം ചോദിക്കുക. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളെ കോച്ച് ചെയ്യണ, എനിക്ക് കുട്ടീനെ കോച്ച് ചെയ്യണ കാര്യം പറയുമ്പോൾ അത് ഞാൻ പറയാൻ കാരണം, കുട്ടിക്ക് എവിടെ ഇഷ്ടമുള്ളത്, എവിടെ പഠിക്കാൻ ഇഷ്ടം? ആൾക്ക് ഓൺലൈനായിരിക്കും കുറച്ചുകൂടി. നിങ്ങൾ ഇതായിട്ടില്ല, നിങ്ങൾ കൺഫേം ആയിട്ടില്ല കേട്ടോ എപ്പോഴും. നിങ്ങൾ കൺഫേം ആയിട്ടില്ല, നിങ്ങൾക്ക് ഉറപ്പില്ല. അതാ പറഞ്ഞത്. അപ്പൊ ഇത് നിങ്ങൾ കുട്ടീനോട് തന്നെ ചോദിച്ചു നോക്കണം. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതിൽ. നിങ്ങൾ കുട്ടീനോട് ചോദിച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ. കാരണം ഇത് ഐ വോണ്ട് ബി ഏബിൾ ടു ഹെൽപ്പ് യു അറ്റ് ഓൾ. കാരണം ഇത് സ്കൂളെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇന്ററാക്ഷൻ ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കുട്ടിയുടെ ഇൻട്രസ്റ്റ് നോക്കിയിട്ട് അങ്ങനെ കുട്ടീനെ ഇൻട്രസ്റ്റ് നോക്കേണ്ടി വരും, പിന്നെ ഇന്ററാക്ഷൻ നോക്കേണ്ടി വരും, റിസൾട്ട് നോക്കേണ്ടി വരും, എല്ലാം നോക്കേണ്ടി വരും. ഒറ്റ കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ ആ കുട്ടി ഓൺലൈനിൽ പഠിക്കണ്ടാവും, നല്ല കുട്ടിയായിരിക്കും. പക്ഷെ ആ കുട്ടിക്ക് പിന്നീട് ലോകത്ത് ഇറങ്ങി വരുമ്പം ആ കുട്ടി മാത്രമല്ല, ഒരു മാർക്കറ്റിൽ പോകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും അല്ലേ?
അപ്പോൾ ചിലപ്പോൾ ആ കുട്ടികളായിട്ടൊന്നും ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് ഈ കുട്ടി ഒറ്റയ്ക്ക് ഐസൊലേറ്റഡ് ആയിട്ട് പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. ചിലപ്പോൾ അതുണ്ടാവില്ല. എനിക്കറിഞ്ഞ വേറെ സോഷ്യൽ ഇന്ററാക്ഷന്റെ കാര്യത്തിൽ ആൾക്ക് ഒരു ഇതില്ല, കുഴപ്പമില്ല. അപ്പോൾ ഞങ്ങള് ഓക്കെ. നല്ല ഫ്രീലി എല്ലാരായിട്ടും ഇടപഴകും. എനിക്ക് അറിയില്ല, എന്തോ ഇവിടെ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. എന്തോ ഒരു മിസ്മാച്ച് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ റെഗുലർ സ്കൂളിൽ കൊണ്ടുപോകാത്തതിന് എന്തോ ഒരു കാരണം ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കണില്ല, അത് പേഴ്സണലാണ്. നിങ്ങൾ രണ്ടാമത്തെ ഈ 2 ഇഷ്യൂ വരുമ്പോൾ എനിക്ക് എന്തോ ഒരു അവിടെ ഐ ഡോണ്ട് ഫൈൻഡ് സംതിങ്. ഐ കോൺട്ട് സേ വെദർ ഇറ്റ്സ് ഫിഷി, ബട്ട് ദേർ ഇസ് സംതിങ്. ഓക്കെ, ഐ ഫീൽ ദാറ്റ്. കാരണം ഇതേപോലെ തന്നെ ഹോം സ്കൂളിങ് പഠിക്കുന്ന എൻ്റെ അടുത്ത് വേറെ കുട്ടിയുണ്ട്, ജോൺ എന്ന പേര്. നിങ്ങൾക്ക് യൂട്യൂബിൽ പോയി നോക്കാം. അമേരിക്കയിലെ എൻ്റെ ചെറിയ കുട്ടിയാണ്. 10th ഗ്രേഡ് എന്തോ ആയിരുന്നു ആ കുട്ടി. ആ കുട്ടി ഏറ്റവും ചെറുപ്പമായിട്ടുള്ള ഓഥറാണ്. ഹോം സ്കൂളിംഗ് ആണ് ചെയ്യുന്നത്. ഞാൻ കുട്ടീനെ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഹോം സ്കൂളിംഗ് ചെയ്യുന്നത് ഇപ്പോൾ ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ഇന്റർനാഷണൽ ബെസ്റ്റ് ഓഥർ ആയിട്ടുള്ള കുട്ടിയാണ്. മറ്റേ ലെസ് ബ്രോൻ്റെ ഒപ്പം സ്റ്റേജിൽ സംസാരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ആ കുട്ടി ഇൻട്രോവേർട്ടർ നന്നായിട്ട് സോഷ്യലൈസ് ചെയ്യുന്ന കുട്ടിയാണിത്. ഓക്കെ, സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ യു. എല്ലാം പെർഫെക്റ്റ്ലി ഓക്കെ ആണ്. നല്ല ക്രിയേറ്റീവ് ആണ്, ടാലന്റഡ് ആണ്, എല്ലാം ഓക്കെയാണ്. പക്ഷെ ആൾക്ക് ഒരു റൂമിൽ ഇരുന്ന് ഫുൾ ടൈം ഇരുന്ന് കാണാപ്പാഠം പഠിക്കാനുള്ളൊരു അങ്ങനത്തെ ആളല്ല. നിങ്ങൾ ഇന്ന് വരെ സ്കൂളിൽ വിട്ടിട്ടുണ്ടോ കുട്ടീനെ? 3 years വിട്ടു. അതിനുശേഷം ആൾക്ക് ലാംഗ്വേജ് കിട്ടിയില്ല, ഇംഗ്ലീഷൊന്നും വായിക്കുന്നില്ല. അപ്പൊ ഒരു 1 month ആയിട്ട് ജോളിഫോണിക്സിന്റെ ക്ലാസ് പേഴ്സണലി ഓൺലൈൻ കൊടുത്തു. ആളിപ്പോ നന്നായിട്ട് വായിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ പിന്നെ വേറെ ആലോചിക്കണ്ട. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയോ നിങ്ങൾക്ക് ഇവിടുന്ന്? കിട്ടി. അപ്പൊ പിന്നെ അത് ഫോളോ ചെയ്യാം. പിന്നെ വേറെ നിങ്ങൾ ഫോക്കസ് ചെയ്യാത്ത ഇവിടെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ അത് ചെയ്യാം. വേറെ ഒരാളോട് അഭിപ്രായം ചോദിക്കണ്ട. എന്നോട് പോലും അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണ് ആ കുട്ടിക്ക് റിസൾട്ട് കിട്ടുന്നത്, എവിടെയാണ് ആ കുട്ടി എൻജോയ് ചെയ്യണത്, എവിടെ ആ കുട്ടിക്ക് ഡെവലപ്മെന്റും ഗ്രോത്തും ഉള്ള അവിടെ കൊണ്ട് ചേർക്കുക. അത് ഫീസ് കൂടുതലായാലും വേണ്ട, അവിടെ കൊണ്ട് ചേർക്കുക. ഓക്കെ ആണോ? ഹാപ്പി ആണോ? ഇനി അടുത്തുള്ള സ്കൂളിനെ പറ്റി ഒരു ആളോടും പറയരുത്, എന്നോടും പറയരുത്. ഉറപ്പല്ലേ? All right, thank you very much. Thanks a lot. Okay, next caller please.